ആരത്? ആരാ ഈ സമയത്ത്? ആരാന്നല്ലേ ചോദിച്ചേ? അയ്യോ മുത്തു, എടാ എന്നൊന്നും ചെയ്യല്ലേ മുത്തു, എന്നെ വെറുതെ വിടണോ? എടാ എന്നൊന്നും ചെയ്യല്ലേ. അയ്യോ മീനാക്ഷി, മീനാക്ഷി. അയ്യോ എല്ലാരും ഓടി പോയോ? മുത്തു വന്നേ. അയ്യോ സാറേ, എന്താ മുഖത്തൊക്കെ ഭയങ്കര വേർപ്പ്? നിങ്ങൾ വല്ലാതെ പേടിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളുടെ ശബ്ദം കേട്ടാ ഞാൻ ഓടി വന്നേ. മുത്തു, മുത്തു എന്താ സാറേ, എന്താ പറയുന്നേ? അവിടെ എവിടെ സാറേ? ഒന്നും കാണുന്നില്ലല്ലോ. മുത്തു അവിടെ എവിടെ? അവിടെ 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 നിൽക്കുന്നു. പുറയിലെ എവിടെ സാറേ നിൽക്കുന്നുണ്ടല്ലേ? അവിടെ ആരും ഇല്ലല്ലോ സാറേ. അവിടെ നിൽപ്പുണ്ട്. ഒന്നുമില്ല സാറേ, പേടിക്കല്ലേ. അവിടെ ഉണ്ട് സാർ, അവിടെ നോക്ക് സാർ, നിങ്ങളുടെ ബാക്കില്. അയ്യോ അയ്യോ, വാതിൽ തുറക്ക്. അയ്യോ രക്ഷിക്കണേ. അയ്യോ സാറേ, വാതിൽ തുറക്ക്. അമ്മേ, രാവിലെ നേരത്തെ എഴുന്നേപ്പിക്കണ്ടായിരുന്നു എന്നെ. അതെ അതെ, എഴുന്നേറ്റ് ഏത് ഓഫീസിൽ പോയി ഒപ്പിടാനാ നിനക്ക്? നമ്മുടെ ജില്ലാ കളക്ടറിനെ പോസ്റ്റിംഗ് മാറ്റിയിട്ടുണ്ട്. ഞാൻ അങ്ങോട്ടാ പോകുന്നത് ഒപ്പിടാനായിട്ട്. അതെ അതെ, വായില് മാത്രം അങ്ങനെ വടഞ്ഞിട്ടോണ്ട് നടന്നോ നീയ്? ആമ്പിള്ളേരായ രാവിലെ എഴുന്നേറ്റ് വല്ല മാട് മേച്ച് ജോലിക്ക് പോകാൻ നോക്കണം. നിന്റെ അച്ഛനെ പോകുമ്പോ വിതച്ച് വരുമ്പോ കൊയ്തുകൊണ്ട് വരുന്നവനാ. അങ്ങേരുടെ മകനാ നീയ്. അയ്യോ എന്റെ അമ്മേ, രാവിലെ തന്നെ നിങ്ങളുടെ ഭർത്താവിന്റെ പുരാണം പറഞ്ഞ് വന്നേക്കരുത്. അറിയാതെ ഞാൻ പറഞ്ഞു പോയത്. ഒന്ന് ക്ഷമിക്കേ. നിങ്ങളുടെ അടുത്തൊക്കെ മനുഷ്യൻ സംസാരിക്കോ? ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ അമ്മ വീട്ടിലോട്ട് പോകത്തില്ലേ? അവിടെ വെച്ചതൊക്കെ പറ. ചേച്ചി, രാത്രി വടക്കേ തെരുവില് ഭയങ്കര ശബ്ദം കേട്ടല്ലോ. എന്താ കാര്യം? വാ വാ, സന്ധ്യക്ക് വാതിലടച്ച പിന്നെ അത് നേരം വെളുത്തിട്ടല്ലേ തുറക്കൂ. അതിനിടയിൽ നാട്ടിൽ എന്തെല്ലാം നടക്കുന്നു വല്ല വിവരമുണ്ടോ നിനക്ക്? രാവിലെ എഴുന്നേറ്റ് കഥ ചോദിച്ചു വന്നോ? ചൂടാവല്ലേ ചേച്ചി? എന്തിനാ ഇപ്പൊ ആ കാര്യമൊക്കെ ചോദിക്കുന്നേ? നമ്മുടെ ആ മരിച്ചുപോയ മുത്തുല്ലേ, അവൻ നമ്മുടെ ആ പ്രമാണിയുടെ വീട്ടിൽ പോയിട്ടേ. അയ്യോ, എന്തൊക്കെയാ പറയണേ? ഒന്ന് നിക്ക്, തിരക്ക് പിടിക്കാതെ. അങ്ങേരെ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നതായിട്ട് അങ്ങേര് സ്വപ്നം കണ്ടേക്കുന്നു. അങ്ങേര് പേടിച്ചലറി കരഞ്ഞ് നാട്ടുകാരൊക്കെ വിളിച്ചു കൂട്ടി. മരിച്ചു അയാള് വീട്ടിലൊക്കെ വരുമോ? അതൊക്കെ എനിക്ക് എങ്ങനെ അറിയാനാ? അടുത്ത് നിങ്ങളുടെ വീട്ടിൽ ആ മുത്ത് കയറി വരുമെന്ന് അങ്ങേരുടെ ഭാര്യ അടുത്ത് പറഞ്ഞിട്ട് പോയിരിക്കും അവൻ. ഒന്ന് പോടാ. വരുന്നോ? പോ ചേച്ചി പോ. ചേട്ടനടുത്തൊന്ന് ഉത്തരവ് വന്നത് കേട്ടില്ലേ? കഥമൊക്കെ നല്ല അടച്ചു പൂട്ടിരിക്കും. പോ. മുതിർന്നവരോട് ഇങ്ങനെയൊക്കെ പറയാ. പോടാ അവിടുന്ന്. പട്ടാപ്പകല് അടുത്ത വീട്ടിലെ പ്രായമായ സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയി അവരുടെ സ്വർണ്ണവും കാശുവല്ല അടിച്ചു മാറ്റി. മുഖംമൂടി ധരിച്ച ആളാണ്. എടാ മോനെ, എടാ നീയോ? ചേട്ടാ നിങ്ങളോ? എടാ നീയായിരുന്നു. എന്താണ് മോനെ നോക്കുന്നേ? ചേട്ടാ നിങ്ങളോ? ഒന്ന് നിർത്തും മോനെ, ഭയങ്കര ചൂടാട്ടോ. പോയി കൂൾ ഡ്രിങ്ക്സ് കഴിക്കേ. നമ്മുടെ കടയാടാ. മേടിച്ചോണ്ട് വന്നേക്കാവേ. പെട്ടല്ലോ ദൈവമേ. ആ കൊച്ചിനെ എവിടെയോ കണ്ടുപോയി തോന്നുന്നല്ലോ. ചേട്ടാ അത് നിങ്ങൾ തന്നെയല്ലേ? മോനെ വേണ്ട മോനെ, മോൻ പോ നോക്ക്. ശരി ചേട്ടാ. അതെ മോനെ, ആ പെണ്ണാരാ? അത് ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ. അങ്ങനെയാണോ മോനെ? കല്യാണത്തിന് നിങ്ങൾ എന്തായാലും വരണം. ഉറപ്പായിട്ടും ഗംഭീരമായിരിക്കും. പോയിട്ട് വരാവേ. ശരി എന്നാ. കൂടി ഇത് പിടി. ദയവ് ചെയ്ത് തിരിഞ്ഞേക്കരുത്. ഐഡിയ. ആ ഇത് നമ്മുടെ കൊച്ചല്ലേ? നീ ആയിരുന്നു മോളെ? സുഖം തന്നെയല്ലേ മോളെ? കാലം വളരെ മോശം, വളരെ ശ്രദ്ധിച്ചു പോണം കേട്ടോ. നിനക്ക് വേണ്ടിയാണ് ഞാൻ അന്ന് അമ്മാരെ നടി മേടിച്ചത്. ഇപ്പൊ എന്നിട്ട് അവനെ കെട്ടിപ്പിടിച്ച് നടക്കുന്നു.
ഇതെന്താ അമ്മ എൻ്റെ ടിഫിൻ ബോക്സിലൊന്നും വെക്കാത്തേ? എനിക്ക് സമയമായി അമ്മേ. അമ്മേ, അമ്മയോടല്ലേ ഞാനീ പറയുന്നത്? കാര്യം പറഞ്ഞിട്ട് പോമ്മേ. അനിതേ, സ്കൂളിൽ പോ സമയമായി, വാ ഇറങ്ങാം. ഇല്ല ചേച്ചി, നീ പോ, ഞാൻ ബസ്സിൽ വരാം. അച്ഛാ, പോക്കറ്റ് മണി. അച്ഛാ, പോക്കറ്റ് മണി. എന്താ അച്ഛാ? അച്ഛനോടല്ലേ ഞാൻ ചോദിക്കുന്നേ പോക്കറ്റ് മണി തരാൻ. സമയാവുന്നച്ചാ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ പെരുമാറുന്നതെന്ന് ഞാൻ ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയണ്ട. പക്ഷെ എനിക്കിഷ്ടമാണ്. അച്ഛാ, അച്ഛൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാ നല്ല തമ്പിയും. നല്ല സ്വഭാവമാ. ഞാൻ അവനെ മാത്രമേ കല്യാണം കഴിക്കൂ. ഇത് തന്നെ എന്റെ തീരുമാനം. ഇതിൽ ഒരു മാറ്റവും ഇല്ല. മീശക്കാരാ, ആധാർ കാർഡ് എടുക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ കുടുംബത്തോട് പോയി എടുത്തോ? അത് എടുക്കാം. എന്താടോ ഈ കണക്ഷൻ കൊടുക്കാൻ പോയില്ലേ? ഫീസ് കുത്തിക്കൊണ്ട് കാശ് പിടിക്കെടുക്കല്ലോ. നിന്നെ കൊണ്ട് വലിയ ചെല്ലേ, ഒരിടത്ത് ഇരിക്കാൻ പറ്റില്ലല്ലോ. എന്താ കൂട്ടുകാരാ, കെട്ടിയുള്ള വീട്ടിലിരുത്തിക്കൊണ്ട് ഇവന്റെ കൂടെ വന്നിരിക്കണതിനാ? തനിക്കൊന്ന് ചുമ്മാ ഇരുന്നൂടോ. ഓടോ, ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്താൻ. എന്താ പട്ടയപ്പ? നെറ്റിയില് പട്ടയടിച്ചോണ്ട് വായിലേക്ക് പട്ടയടിച്ചില്ലേ? നിനക്കൊരു പണി ആദ്യം തരുന്നുണ്ട് ഞാൻ. ഗോപേ, ഒരു പുതിയ വീട് കടന്താ. ബീഡിയെല്ലാം കടനായിട്ട് തരാൻ പറ്റത്തില്ല. ബാങ്കില് കോടിയായിട്ട് കടം കൊടുക്കണ്ടല്ലോ. നിനക്കൊരു ബീഡ് കട തരാൻ പറ്റില്ലേ? ഞാൻ ആ ബീഡിയും കൊണ്ട് ഫിലിപ്പീൻസിലേക്ക് പോകണേ. ഓടി മേടിച്ചിട്ട് വേണം നിനക്ക് ഓടാൻ പറ്റും. എൻ്റെ അടുത്ത് ബീഡി മേടിച്ചാൽ നിനക്ക് ഓടാൻ പറ്റുമോ? കണ്ടില്ലേ, ഒരു ബീഡി കൊണ്ടിട്ട് അനാവശ്യമായിട്ട് സംസാരിക്കുന്നത്. നമ്മളെ വിശ്വസിച്ചൊരു ബീഡി പോലും കടം തരില്ല അത്രേ. ഈ ടിഫിൻകാരന് മാത്രമേ എന്നെ വേർപെടുത്താൻ പറ്റുള്ളൂ. ഗോപി, 2 ഹോർലിക്സ്, 2 ബോൺവിറ്റ, 2 മുരിങ്ങക്കായ, 1 കിലോ പിസ്ത, പിന്നെ 2 ബോട്ടിൽ സെന്റ്. ഇത്ര മതിയോ? കൂട്ടുകാരാ, എന്താ മൈന, അക്കൗണ്ട് ഒരുപാടായല്ലോ. പൈസ എപ്പോഴാ തരുന്നത്? ഇപ്പൊ തരാം. തരുവന്നോ? ചട്ടിത്തല കൊണ്ട് വരുന്ന കണ്ടപ്പോ ഇവനായിരിക്കും സെറ്റിൽമെന്റ് ചെയ്യാൻ പറ്റുന്ന തോന്നിട്ടു. അല്ല, ഇതാരാ? നല്ല ഉയരമുണ്ടല്ലോ. മോനെ, മുഴുവൻ കാശും സെറ്റിൽ ചെയ്യാൻ നന്നായിരുന്നേ. വളരെ നന്ദി മോനെ. എപ്പ നോക്കിയാലും മുഖം മൂടി കൊണ്ടുവരുന്നത് കാണുന്നിടത്തെ ബഹളം ഉണ്ടാക്കുള്ളൂ തോന്നണു. അയ്യോ, വായൊടച്ചട ഇരിക്കേ. എടാ, മൈനയ്ക്ക് മാത്രം ലൈനായിട്ട് കടം കൊടുക്കുന്നത്. എനിക്ക് തരാൻ പറ്റില്ല അല്ലേ? അത് ഞാൻ എങ്ങനെ മേടിച്ചേ നീ കണ്ടില്ലേ? മൈനയുടെ പേര് ചൂടാവണത്. അമ്മേ, ആ ഒരു ദിവസമെങ്കിലും വായിക്ക് രുചിയുള്ള എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? ഒന്ന് പറഞ്ഞേ. എടാ, 20 വർഷം നിന്റെ അച്ഛന് ഞാനാ ഉണ്ടാക്കി കൊടുക്കുന്നേ. ഒരിക്കൽ പോലും അങ്ങനെ ഒരു കുറ്റം പറഞ്ഞിട്ടില്ല, അറിയോ? നിങ്ങളോട് പറഞ്ഞു കാണത്തില്ല, പക്ഷെ നാട് മുഴുവനും പറഞ്ഞു കാണും. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാത്ത. എടാ, നിന്റെ അച്ഛനെ ഞാനൊരു മുളകെടുത്തിടിച്ച് ഭർത്താവ് പുരാണം തുടങ്ങണ്ട. ഭക്ഷണം സൂപ്പർ ആയിട്ടുണ്ട്. ഒന്ന് തന്നാലുണ്ടല്ലോ, മര്യാദയ്ക്ക് കഴിക്കരുത്. ശരി. എന്താ പറ്റിയേ? വെള്ളം എടുക്കമേ. കുടിക്ക. ഇതുകൊണ്ടാ രുചിയോടെ ചെയ്തു തരുമ്പോ കുറ്റം പറയരുതെന്ന് പറയുന്നേ. കഴിക്കുമ്പോ സംസാരിക്കാതെ കഴിക്കേ. കഴിക്കേ. അല്ലമ്മേ, വിക്ക് വന്ന വീട്ടിലോട്ട് വിരുന്നുകാരി വരുന്നല്ലേ പറയാറ്? ഇതൊന്നും ഞാൻ പറഞ്ഞു തന്നിട്ടില്ലല്ലോ. ഇതെവിടെന്നാ പുതിയ കാര്യങ്ങളൊക്കെ? വല്ലാതെ ആലോചിക്കുന്നില്ല. ആരെങ്കിലും വരണമല്ലോ. ആരാടാ? മോളോ? വാ, ഇരിക്കെ കഴിക്കാം. എണീക്കടാ. അമ്മയോടും കൂടാ പറഞ്ഞു കേട്ടില്ലേ? എണീക്ക്. ഇത് ഇട്ടിട്ട് വന്നേ. അമ്മ ഇതൊന്നും എടുത്തിട്ട് വന്നേ, പെട്ടെന്ന് പോണം. എന്താ ആലോചിക്കുന്നേ? 11 വരെയുള്ളൂ മുഹൂർത്തം, പെട്ടെന്നാവട്ടെ. ഹേയ്, എന്താടി നിന്റെ പാട്ടിന് വന്നിട്ട് തുണിയും കൈ തന്നിട്ട് ഇറങ്ങാൻ പറയോടാ? എന്താ, എന്നെ കെട്ടാൻ പോകണോ നീ? അതെ, ഇന്നും നമ്മുടെ രണ്ടുപേരുടെയും കല്യാണം നടക്കാൻ പോവാ. പെട്ടെന്ന് റെഡിയാവ്. കളി പറയാതെ ചുമ്മാ ഇരുന്ന് കഴിക്കാൻ നോക്ക. നീ കഴിക്ക. സീരിയസ് ആയിട്ടാ പറയുന്നത് അമ്മേ. എന്താ മോളെ, എന്തിനെങ്കിലും ധൃതി പിടിക്കുന്നേ? ധൃതി എനിക്കല്ല അമ്മേ, എന്റെ വീട്ടിലുള്ളവർക്കാ. ഞങ്ങള് തമ്മിലുള്ള ബന്ധം എന്റെ വീട്ടിലറിഞ്ഞു. അതുകൊണ്ട് എനിക്കിപ്പോ വീട്ടിൽ കല്യാണാലോചന തുടങ്ങിയിരിക്കുക.
അതുകൊണ്ടാ ഞാൻ ഇപ്പൊ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തേ. ധൃതി പിടിച്ചെടുക്കുന്ന തീരുമാനം ഒരുപക്ഷെ നിങ്ങൾക്ക് സന്തോഷം നൽകും. എന്നാൽ മാതാപിതാക്കൾക്കോ അവർക്ക് വിഷമേ ഉണ്ടാവും. അച്ഛനമ്മമാരുടെ മനസ്സ് സങ്കടപ്പെടുത്തിയവരാരും നന്നായിട്ടില്ല മോളെ. നിങ്ങൾ സന്തോഷമായി ജീവിക്കണം. ധൃതി കൂട്ടാതെ ഇങ്ങനെ നല്ലൊരു ദിവസം നോക്കി ഞാൻ മോളുടെ വീട്ടിലേക്ക് വരാം. അമ്മേ അമ്മേ അമ്മേ, വീട്ടിലൂടെ വന്ന് മഹാലക്ഷ്മിയെ വേണ്ടെന്ന് പറയാതെ അമ്മേ. എടാ, എന്റെ വീട്ടിലേക്ക് മഹാലക്ഷ്മി എപ്പ വരണം എന്നൊക്കെ എനിക്കറിയാം. നീ ഒന്നും മിണ്ടാതിരുന്നാ മതി. അമ്മേ, ഇതിലൊരു പോളിറ്റിക്സും ഇല്ലല്ലോ. നിനക്ക് എല്ലാം കളിയാ. ഇരുന്ന് കഴിക്കേ. വാ മോളെ, ഇരിക്കേ. എന്താ കാര്യം? ഭയങ്കര കഷ്ടമായി പോയല്ലോ. എങ്ങനെയാണ് സംഭവിച്ചത്? എന്ത് തിരുമേനിയത്? ആ നമ്പൂതിരി പറഞ്ഞ പോലെ സംഭവിച്ചല്ലോ. അവിടെ ഇവിടെ അറിഞ്ഞു തരുന്ന നമ്മുടെ മുത്തു ഇപ്പൊ ഒരു ജീവൻ തന്നെ ഇല്ലാതെയാക്കിയല്ലോ. ഇനി ഇവിടെ എന്തൊക്കെയാണോ നടക്കാൻ പോകുന്നത്? ഇതിനെക്കുറിച്ച് തന്നെ ഓർത്തിരുന്നിട്ട് എന്ത് ചെയ്യാനാ? അവിടെ അമ്മയാണെ കരഞ്ഞോണ്ടേ ഇരിക്കുക. ഞാൻ നിന്നെ എവിടെല്ലാം പോയി അന്വേഷിച്ചെന്നോ? നീ എന്താ ഇവിടെ വന്നിരിക്കുന്നേ? അല്ല കുടി, ഇന്നലെ രാത്രി ഞങ്ങൾ കുടിക്കാതെ വീട്ടിൽ പോയിരുന്നെങ്കിൽ ഇന്ന് ശങ്കർ ജീവനോടെ ഇരുന്നേനെ. അവന്റെ മരണത്തിന് ഞങ്ങളൊരു കാരണമായി പോയി. അതിന് നീ എങ്ങനെയാ കാരണാവുന്നേ? എല്ലാരും പറയുന്നത് എന്താ, മുത്തുവാണിത് ചെയ്തെന്നല്ലേ? നാട്ടുകാർ പലതും പറയും കുടി, പക്ഷെ ഞാനത് വിശ്വസിക്കില്ല. ശരി, നീ വിശ്വസിക്കണ്ട. ഇവിടെ ഇങ്ങനെ തന്നെ ഇരുന്നോ. ശങ്കറിന് നടന്നത് തന്നെ നിനക്ക് നടക്കട്ടെ. പക്ഷെ ഒരു കാര്യം ഓർത്തോ, പിന്നെ ഞാനും അമ്മയും ജീവനോടുണ്ടാവില്ല. ഓർത്തോ?